ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? ഇപ്പോൾ ഒരു ഉച്ചക്കത്തെ പരിപാടിയാണ് കേട്ടോ. തവര അറിയുന്നവര് അറിയാത്തവരുണ്ട് കമൻറ്റ് ചെയ്യണം. ഇതാണ് തവര കേട്ടോ. അപ്പം അമ്മ നന്നായിട്ട് അരിഞ്ഞ് ഉപ്പേരി വെക്കാനാണ്. ഇപ്പോൾ ഉച്ചക്ക് ഇന്നലെ ഇതല്ലായിരുന്നു ഫുഡ് കേട്ടോ. തവര ഇങ്ങനെ കുഞ്ഞായിട്ട് നന്നായിട്ട് നേരിയതായിട്ട് അരിയണം. നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഈ തവരച്ചീര. അപ്പോൾ ഇത് മഴത്തേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ താള് തവര ഇതെല്ലാം കഴിക്കേണ്ടിയത്. മത്തൻ ചപ്പ് പിന്നെ ഇപ്പോൾ ഇവിടെ ആരുടെടുത്തും ഇല്ല കേട്ടോ. ഭയങ്കര സങ്കടമായി എനിക്ക്. അപ്പം അമ്മ നന്നായിട്ട് ഇത് അരിയട്ടെ. അപ്പം അമ്മ ഇങ്ങനെ പറയണത് ഫുൾ അരിയട്ടെ. അപ്പോൾ ഇന്ന് തവര ഉപ്പേരിയും തക്കാളിയും പരിപ്പും കറി. തക്കാളിയും പരിപ്പും ഉള്ളിയെല്ലാം ഇട്ടിട്ടൊരു കറിയാണ് കേട്ടോ. അപ്പം മൈക്ക് തേങ്ങ ചിരവാണ്. ഇതിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും ജീരകവും വെളുത്തുള്ളിയും നന്നായിട്ട് ഒതുക്കണം തവര ഉപ്പേരി വെക്കാൻ കേട്ടോ. അപ്പം ഞങ്ങൾ ചട്ടി നോക്കണ്ട, പഴയ ചട്ടിയാണ്. ഞങ്ങളെ ചട്ടി മാറ്റാനും ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത ചട്ടി അത്. അപ്പോൾ അതാ കടുക് പൊട്ടിച്ച് തവര ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അതിൻ്റെ മേലെ തന്നെ ഉപ്പ് ഇട്ടിട്ടാണ് തേങ്ങ ചതച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് പെട്ടെന്ന് വേകുന്ന സാധനം. നമ്മൾ പൊന്നാങ്കണ്ണിയെല്ലാം വെച്ച് എല്ലാവരും കണ്ടിട്ടില്ലേ, തേങ്ങ ഒതുക്കി വെച്ചതാണ്. അപ്പോൾ ഒന്ന് പതിങ്ങി വരുമ്പോൾ എന്താ അതുമ്മ നല്ല ഒതുക്കിയ കാന്താരിയും തേങ്ങയും വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയെല്ലാം നന്നായിട്ട് ചതച്ച് ഒതുക്കിയിട്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഉപ്പേരിൻ്റെ കാര്യം. നല്ല ടേസ്റ്റുള്ള സാധനമാണിത്. പിന്നെ നമ്മളെ പരിപ്പറി കണ്ടല്ലോ, ഒരു പരിപ്പറി ഇതാക്കി നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അത്രേ വേണ്ടു കേട്ടോ. ഇതാ തക്കാളി നന്നായിട്ട് വെന്ത് അതുമായി ഉപ്പേരിയുമായി. ഇതാ നല്ല മത്തി പൊരിക്കുന്നു. മത്തി കുറച്ച് നമ്മൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് ഒന്ന് പിന്നെ മസാല ആക്കി വെക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയിൽ മുളകും പൊടി മൂപ്പിച്ചിട്ട് വേണം മത്തി പൊരിച്ചെടുക്കാനായിട്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഓവർ നമ്മൾ മീൻ പുരട്ടി വെക്കുമ്പോൾ ഓവർ മുളകും പൊടി ഇടരുത്. മുളകും പൊടി ഇടുന്നത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ഒന്ന് മത്തി നിങ്ങൾ പൊരിച്ച് നോക്ക്. പിന്നെ വിടൂല മക്കളെ, കരിയേപ്പിട്ട് പൊരിച്ചെടുത്താൽ എൻ്റെ പൊന്നു മക്കളെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്നലത്തെ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക.